ഇവര് ആ സീനൊക്കെ ഇടയ്ക്കൊന്ന് ലെങ്ത് കൂടി കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തപ്പോ എടുത്ത് മാറ്റാനൊക്കെ ശ്രമം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണം. കാരണം വെച്ചാൽ ഈ ആളെ എടുത്തു പറയുന്ന ഒരു സാധനമാണ് അത്. ഈ ആർട്ടിസ്റ്റിന്റെ ഒരു പെർഫോമൻസ് ആണ് അത്. അപ്പൊ ആ പെർഫോമൻസ് ഒരു ആർട്ടിസ്റ്റിന്റെയും പോകാൻ പാടില്ല എന്ന് പറയില്ലേ. അപ്പൊ അത് നമ്മളൊരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ഞങ്ങള്. അതുപോലെ ഇത്രയും ബബ്ബ പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. എന്നാലേ നമുക്ക് ആ ഇമ്പാക്ട് തിയേറ്ററിൽ കാണുമ്പോഴാണ് ഇതിന്റെ സൗണ്ടും ആളുകളുടെ ആരവവും ബഹളവും ആഘോഷമാണ്. അതാണ് ഈ പറഞ്ഞ പോലെ നോ ലോജിക് കംപ്ലീറ്റ് മാഡ്നസ്. അങ്ങനെ വെച്ചിരുന്ന കാര്യം, അങ്ങനെ കംപ്ലീറ്റ് മാഡ്നസ്സിൽ ദിലീപ് ഏട്ടനെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു കോ ആക്ടർ ആരായിരിക്കും കേട്ടോ. അതായത് ലോജിക് ഒന്നും നോക്കാതെ തമാശ പറയും, അസ്ഥാനത്ത് പറയും, കംപ്ലീറ്റ് മാഡ്നസ്സിൽ മാക്സിമം ദിലീപ് ഏട്ടനെ ചിരിപ്പിച്ചു. അതിനകത്ത് ഒരുവിധം എല്ലാവരും അവരവരുടെ ഇപ്പൊ വിനീത് ദാൻ കോംബോ, പിന്നെ അതുപോലെ ലാലേട്ടനും ഞാനും അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയൂടെ കരഞ്ഞിട്ടൊക്കെ അഭിനയിക്കുന്നത് എന്ത് ഭ്രാന്തന്മാരാണ് ഇവര് ഇതൊക്കെ പറഞ്ഞിട്ട്. അച്ഛാ മീൻസ് നമ്മള് ബിഹൈൻഡ് ദ സ്ക്രീനിൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുക, അതിനെ രസകരമാക്കാനുള്ള ശ്രമങ്ങള്. പിന്നെ റിയാസ് ഭായിയുടെ ആണെങ്കിലും അശ്വൻ ചേട്ടന്റെ ചിരി കൊണ്ട് ഞാൻ പൊട്ടി ചിരിച്ചു പോയിട്ടുണ്ട്.